ഇപ്പോഴും ആ കാര്യമുണ്ട്, അതായത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അത് ആരായാലും പറഞ്ഞിട്ട് വരാൻ ആ ഗട്സ് ഇപ്പോഴും ഉണ്ട് അജ്മൽ അമീറിന്? ഞാൻ ഒരൊറ്റ സിനിമയിൽ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഞാൻ ശേഷം അങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അതിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും അവർ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ അത് നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് ഞാൻ കാരണം ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് പൈസ തരാതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും എതിരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. കുറെ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെന്റ് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ശരി, ഓക്കെ, ഫൈൻ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. കുറേ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ പൈസ അറേഞ്ച് ചെയ്യും. അപ്പം ഞാൻ എന്ത് ഏറ്റെടുത്താലും ഒരു 150% അവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണ്. സോ ദേ നോസ് മീ വെൽ ദാൻ എനിവൺ.